ഞാൻ ബിനീഷ് വെൽനസ് കോച്ച്. ഇന്ന് നമ്മുടെ വേ ഓഫ് വെൽനസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് ഉറക്കത്തിൻ്റെ പ്രാധാന്യം, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഉറങ്ങുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ഉറക്കം എന്തിനാണ്, അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ പ്രാധാന്യം എന്താണ്, എത്ര നേരം നമ്മൾ ഉറങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ചിലപ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മുടെ ആരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉറക്കം എപ്പോഴെങ്കിലും കടന്നുറങ്ങിയാൽ മതിയോ? ഒരിക്കലും പോരാ, അല്ലേ? നമ്മൾ രാത്രി കാലത്തുള്ള ഉറക്കമാണ് നമ്മൾക്ക് ശരീരത്തിൻ്റെ ആരോഗ്യപരമായ എല്ലാ മെച്ചപ്പെടുത്തലുകൾക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ രാത്രി കാലങ്ങളിലുള്ള ഉറക്കമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പ്രായപൂർത്തിയായ ആളുകൾക്ക് മിനിമം ഒരു ദിവസത്തിൽ 6 മുതൽ 7 മണിക്കൂർ വരെ രാത്രിയിൽ ഉറക്കം വളരെ അത്യാവശ്യമാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് റിപ്പയറിങ് വർക്ക്സുകൾ നടക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ പകലെല്ലാം ഒരുപാട് ജോലിയൊക്കെ എടുത്ത് എല്ലാം ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ രാത്രി സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ റിപ്പയറിങ് വർക്കുകൾ, നമ്മുടെ ബോഡിക്ക് ഒരുപാട് വർക്കുകളുണ്ട്. അതെല്ലാം നടക്കുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ്. അതിൽ നല്ല ഗുഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനങ്ങൾ, അതുകൂടാതെ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ടോക്സിക് മെറ്റീരിയൽസ്, അല്ലേ, ഒരുപാട് വേസ്റ്റേജസ് ഒക്കെ, ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് പ്രോസസ്സ്, കെമിക്കൽ പ്രോസസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻസ്, ഇതെല്ലാം നമുക്ക് വളരെയധികം ഒരു റിപ്പയറിങ് മോഡിലേക്ക് പോകുന്നത്, ഫൈനലി ഒരു റിപ്പയറിങ് മോഡിലേക്ക് പോകുന്നത് രാത്രി സമയത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ, ഇപ്പോൾ നോക്കൂ, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഹാപ്പിനെസ്, എനർജി, അതായത് ഒരു ഗുഡ് മൂഡ്, ഇതെല്ലാം നമുക്ക് കിട്ടാൻ നമുക്ക് രാത്രി കാലങ്ങളിലെ ഉറക്കം വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഉറങ്ങി നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും. പിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര ടയേർഡായിരിക്കും, അല്ലേ? നമ്മുടെ ഒരു മൂഡ് ഓഫായിട്ടിരിക്കും, അല്ലേ? അപ്പോൾ രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ റിപ്പയറിങ് വർക്ക്സുകളും കഴിഞ്ഞ് നമ്മുടെ ബോഡി ഫ്രീ ആവുന്നത്. നമ്മൾ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ഈ ഫങ്ഷൻസ് ഒന്നും തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ബോഡിക്ക് പറ്റത്തില്ല. ഓക്കെ. പിന്നെ ആരോഗ്യം മെച്ചപ്പെടാൻ തീർച്ചയായിട്ടും ഉറക്കം നമുക്ക് അനിവാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ വെയ്റ്റിനെ മാനേജ് ചെയ്യുന്നതിന് ഉറക്കത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നല്ല ഹോർമോണുകൾ പ്രൊഡ്യൂസ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും. അവർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഉറക്കത്തിൻ്റെ ഒരു അവേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഉറങ്ങുന്നത് ചിലപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിലേക്കായിരിക്കും അവർ ഉറങ്ങുന്നുണ്ടാവുക. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റിന് നമുക്ക് ഉറക്കം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു ഘടകമാണ്. ഓക്കെ. ഇനിയും ഇതിൻ്റെ കാര്യങ്ങളുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനിയും നമുക്ക് പിന്നീട് ഒരു ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. രാത്രി കാലങ്ങളിലെ ഉറക്കം, അല്ലേ, വളരെയധികം പ്രാധാന്യമുള്ളതാണ്. 6 to 7 hours മിനിമം നമ്മൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങുക. അതും ഡീപ്പായിട്ടുള്ളൊരു സ്ലീപ്പിലേക്ക് നമ്മൾ നമ്മുടെ ബോഡിയെ കൊണ്ടുവന്നെത്തിക്കുക. ഓക്കെ, ബൈ ബൈ, സി യു നെക്സ്റ്റ് ഡേ.